മടുത്തണ്ണ. ഞാനിവിടെ കിടന്ന് ഈ കഷ്ടപ്പെടുന്നത് എൻ്റെ പെണ്ണുപിള്ള മക്കൾക്കാണെന്നുള്ള വല്ല വിചാരമുണ്ടാ? നന്ദിയില്ല. അതിനിടയ്ക്ക് ആ നാട്ടിലുള്ള ഓരോ നാശങ്ങളൊന്നും കടയിൽ കയറുന്നത്. സത്യത്തിൽ ഞാൻ ഈ കട നടത്തി കൊണ്ടുപോകുന്ന കാര്യം എനിക്കും എൻ്റെ ദൈവത്തിനെ അറിയാവൂ. ഇതിനു വേണ്ടി എന്തുവാടേ പ്രശ്നം? പ്രശ്നം എന്താണെന്നാ? അപ്പം നിങ്ങൾ ഈ വാർത്തകളൊന്നും അറിയുന്നില്ലേ? ഞങ്ങളെപ്പോലെയുള്ള പാവപ്പെട്ടവന്മാരെ കടയിലാ കള്ളും കഞ്ചാവും അടിച്ചുകൊണ്ട് ഓരോരുത്തന്മാർ വെട്ടാനും കുത്താനും കയറി വരുന്നത്. ഏയ് വല്ലാത്തൊരു കാലമാ. ഒരു പരുവത്തിനങ്ങ് പോണം. അല്ല നിന്റെ കൂട്ടുകാരൻ ബോബൻ ഇപ്പൊ ഇങ്ങോട്ടൊന്നും വരാറില്ല. അവനെ ബുക്കി കയറിയാ പിന്നെ ഈ മുക്കി കയറത്തില്ല. മറ്റേത് ബുക്ക് നിറഞ്ഞു കട നടത്തിക്കൊണ്ടുപോവാ. ഞാൻ പെടുന്ന പാടില്ല. ₹1 ഫോൺ പേയിൽ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. നന്ദിയുണ്ടേ. എന്തോടാ തീപ്പട്ടി? ഇവിടെ തീപ്പട്ടിയും കോപ്പട്ടിയൊന്നുമില്ല. ഇയാൾ പോ. അതെന്ത് കൊടുത്താനാണ്? അയാൾ ആദ്യം കാശിട്ടിട്ടില്ലേ സാധനം? കാശിട്ടതൊക്കെ ശരിയാ. ഇവൻ എന്നെ ഊശിയാക്കാൻ വന്നതാ. ഞങ്ങളെ ഈ പാവപ്പെട്ട കൊച്ചു കടയിൽ ഒരു കുഞ്ഞു ഗൂഗിൾ പേ വെച്ചതിന് ഇവൻ കളിയാക്കാൻ വന്നതാ. ഈ ഗൂഗിൾ പേ ഉണ്ടെന്ന് പറഞ്ഞ് അവൻ സ്ഥിരം വന്ന് 1 രൂപയിടും തീപ്പട്ടി ചോദിക്കും. ഇന്നും കൂടെ കൂട്ടി അവൻ 6ാമത്തെ പ്രാവശ്യം ചോദിച്ചത് അറിയാവോ? അതൊക്കെ ആയിരിക്കൂലെന്നാ ഞാനും ആദ്യം വിചാരിച്ചത്. അങ്ങനെ ഞാൻ എൻ്റെ കുടുംബക്കാരുടെ അടുത്ത് എല്ലാം ചെന്ന് ചോദിച്ച് ആർക്കെങ്കിലും തീപ്പട്ടിന്ന് 1 രൂപ ഇടംപേരുണ്ടാന്ന്. അപ്പൊ അവിടെ ആർക്കും തീപ്പട്ടിന്ന് 1 രൂപ ഇടംപേരില്ല. അപ്പോ എന്തോ പ്രശ്നം? അപ്പൊ അവ എന്നെ ഉണ്ടാക്കാൻ വന്നല്ലേ ഈ കൊച്ചു കടയ്ക്കകത്ത് ഗൂഗിൾ പേ ഇട്ട്. നിനക്ക് എന്തിനാണ് ഇതിനു വേണ്ടി തീപ്പട്ടി? നിന്നെ വാരിയിട്ട് കത്തിക്കാനാ? പഞ്ചായത്തിനെ കണ്ടു അയാളൊരു സാധുവാണ്. ഇത് സാധുവും കാജയൊന്നുമല്ല. ഇത് നല്ല മുഴുത്ത കഞ്ചാവും. അല്ലെങ്കിൽ അവൻ എന്റെ കടയിൽ കയറി ഡെയിലി 1 രൂപ ഗൂഗിൾ പേ ചെയ്ത് കളിക്കാൻ പറ്റും. ജംഗ്ഷനിലെ കടകളിലൊക്കെ ഇതായിരുന്നു ഇയാളെ പരിപാടി. അവിടെ ശല്യമായപ്പോ എല്ലാരും കൂടെ ഓടിച്ചു വിട്ടു. ഇയാളുടെ പ്രശ്നം എന്തുവാ? ഞാൻ ഇയാളെ കളിയാക്കാനും ശല്യം ചെയ്യാനും ഒന്നും വന്ന. പിന്നെ നീ എന്നെ ഉണ്ടാക്കാൻ അങ്ങോട്ട് കയറിയത്? ഈ ഗൂഗിൾ പേയിൽ കാശിടുമ്പോഴേ മമ്മൂട്ടിയുടെ സ്വരത്തിൽ ഒരു അനൗൺസ്മെന്റ് കേൾക്കത്തില്ലേ? അതൊന്ന് കേൾക്കാൻ വേണ്ടിയാ. ഇയാൾക്ക് മമ്മൂട്ടിയോട് ആരാധന വേണ്ടി പോയി സിനിമ ഉണ്ടാ പോലെ. സിനിമയിൽ ഈ അനൗൺസ്മെന്റ് ഇല്ലല്ലോ. ₹1 ഫോൺ പേയിൽ ക്രെഡിറ്റ് ആയിരിക്കുന്നു. നന്ദിയുണ്ടേ. അയ്യോ ഇത് കഞ്ചാവല്ല, ഇത് നല്ല ഒന്നാന്തര സൈക്കോ. അങ്ങനൊന്നും അല്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ട്. ഞാൻ ഉള്ളതുകൊണ്ടാണ് ഇന്ന് പലരും ജീവനോടെ ഇരിക്കുന്നത്. പക്ഷെ പറഞ്ഞിട്ടെന്തിനാ? ഒറ്റ എണ്ണത്തിന് നന്ദിയില്ല. അവർക്കൊക്കെ വേണ്ടി ഞാൻ മഴയ്ക്കും കൊണ്ട വെയിലിനും കൈയും കണക്കുമില്ല. അവരൊക്കെ നന്ദിയുടെ ഓർത്ത് ഇങ്ങനെ നടക്കുന്നിടയ്ക്ക ഒരു കടയിൽ കയറി സാധനം വാങ്ങിച്ച് കാശിട്ടപ്പോൾ കേൾക്കുന്ന ജീവിതത്തിൽ ആദ്യമായിട്ടൊരു നന്ദി വാക്ക്. ₹100 ഫോൺ പേയിൽ ക്രെഡിറ്റ് ആയിരിക്കുന്നു. നന്ദിയുണ്ടേ. ഓ ഉളിരി പോരുന്ന നന്ദി പറിച്ചിട്ട് കേട്ടപ്പോൾ ഉണ്ടല്ലോ പിന്നെ എൻ്റെ ശീലമായി. ഉള്ള പൈസയൊക്കെ ഇട്ട് സാധനം വാങ്ങിച്ച് തീർന്നപ്പോഴാണ് 1 രൂപ ഇട്ട് തുടങ്ങിയത്. 1 രൂപയ്ക്ക് തീപ്പട്ടിയല്ലേ കിട്ടത്തുള്ളൂ. അല്ലാതെ ആരെയും കളിയാക്കാൻ വേണ്ടിയൊന്നും ചെയ്തതല്ല കേട്ടോ. പിന്നെ ഒന്നല്ലേ മറ്റൊരർത്ഥത്തിൽ എല്ലാവരും നന്ദിയുടെ അനുഭവിക്കുന്നവരാ. ഈ കപട ലോകത്തിൽ ആത്മാർത്ഥമായ ഒരു ഹൃദയമുണ്ടായി പോയതാണ് എൻ പരാജയം. എന്റെ ചങ്ങമ്പുഴ സാറേ നമിച്ച്. ₹1 ഫോൺ പേയിൽ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. നന്ദിയുണ്ടേ. ഈ ലോകത്തുള്ളവർക്കൊക്കെ നന്ദി ഉണ്ടായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നാനി.